നാളെ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ 4-ാം തീയതി കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ 700 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവിടെ സമസ്ത വോട്ടുകൾ എത്രയാണെന്നറിയാം, അവിടെ ലീഗ് വോട്ടുകൾ എത്രയാണെന്നറിയാം, അവിടെ LDF വോട്ടുകൾ എത്രയാണ് എന്നറിയാം. അതിനകത്ത് സമസ്ത വോട്ടുകൾ LDFിലേക്ക് കൂടുമാറിയിട്ടുണ്ട് എങ്കിൽ ലീഗ് അത് തിരിച്ചറിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടനത്തിന് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോയിട്ടില്ല. അതിൽ അവർക്ക് എന്തോ ഒരു ഗ്രഡ്ജ് ഉണ്ടെന്നാണല്ലോ അതിൽ നിന്ന് കാണേണ്ടത്. KMCCക്കാരെ പോലും അയച്ചിട്ടില്ല. അപ്പോൾ ഈ ഗ്രഡ്ജ് എന്താണ്? ഇലക്ഷൻ ഗ്രഡ്ജാണോ? ഇലക്ഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്ന സമയത്ത് മറുകണ്ഠം ചാടിയിരിക്കുന്നു സമസ്തയിലെ ഒരു വിഭാഗം, അത് തളച്ച് നിർത്താൻ ജിഫ്രി തങ്ങൾ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗം ശ്രമിച്ചില്ല എന്ന ഗ്രഡ്ജാണോ യഥാർത്ഥത്തിൽ ലീഗിനുള്ളത് ഇപ്പോൾ? ശ്രീ KM ഹംസയുടെ ആത്മവിശ്വാസം പ്രശാന്ത് പറഞ്ഞോളൂ. പൊന്നാനിയിൽ എൻ്റെ അനുഭവത്തിൽ ഞാനൊരു എഫക്റ്റഡ് പാർട്ടിയാണല്ലോ. പൊന്നാനിയിൽ എൻ്റെ അനുഭവത്തെ വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെയുള്ള ഈ പണ്ഡിതന്മാരിൽ, മുസ്ലിം പണ്ഡിതന്മാരിൽ 95% ആളുകളുടെയും വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുമ്പ് AP വിഭാഗം സമസ്തക്കാരുണ്ടല്ലോ, അവർ 100% വോട്ട് എനിക്ക് പോൾ ചെയ്തിട്ടുണ്ട്. ഒരു വോട്ട് ചോർന്നു പോകാതെ വാശിയിൽ വന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സമസ്തയുടെയും പണ്ഡിതന്മാർ ഏറെക്കുറെ എനിക്കാണ്. എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ചിന്തിച്ച് അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ഇടതുപക്ഷക്കാരനായ ഞാനൊരു തമാശ പറഞ്ഞോട്ടെ, യോദ്ധാ സിനിമയിൽ ജഗതി പറയുന്നുണ്ട് തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന് ജഗതിയോട് മോഹൻലാൽ പറയുന്നത്. ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇത് ജയിക്കുന്നുമല്ലോ, അവർ വോട്ട് ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. അത് വോട്ട് ചെയ്തത് ജയപരാജയം വേറെ കാര്യമാണ് പ്രശാന്ത് ഏട്ടാ, ജയപരാജയം മറ്റൊരു കാര്യമാണ്. ഇവിടെ എനിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്ന മനസ്സിനെയാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊക്കെ പണ്ഡിതന്മാരാണല്ലോ, എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് പിന്നിൽ കാര്യമുണ്ടാവുമല്ലോ ഗണേഷ്, അതാണ് ഞാൻ